ഹായ് ഫ്രണ്ട്സ്, ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷനോ അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തര വിപണിയിലെ പ്രശ്നങ്ങളോ അവയൊന്നും വകവെക്കാതെ തികച്ചും ഏകപക്ഷീയമായിട്ടാണ് FIIs അവരുടെ ഹെവി സെല്ലിംഗ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഒരു ട്രേഡിംഗ് സെഷനിലും FIIs തന്നെയാണ് നെറ്റ് സെല്ലേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 3400 കോടിയോളം നെറ്റ് സെല്ലിംഗ് വാല്യൂ ആണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും FIIs ഇങ്ങനെയുള്ള ഹെവി സെല്ലിംഗ് നടത്തുമ്പോൾ അത് ചില സ്റ്റോക്കുകളെ തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അവർ കാര്യമായിട്ട് സെൽ ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അവയിൽ തന്നെ ചില സ്റ്റോക്കുകൾ FII സെല്ലിംഗ് നടത്തിയിട്ടും വലിയ തോതിൽ സ്റ്റോക്കിൽ ക്രാഷ് ഉണ്ടായിട്ടില്ല എന്നും കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് FII സെല്ലിംഗ് ബാധിക്കാത്ത സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ഇപ്പോഴും നല്ല റിട്ടേൺ തന്നുകൊണ്ടിരിക്കുന്ന അത്തരം സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുന്ന ഒരു ഫിൽട്രേഷൻ പ്രോസസ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ജൂൺ ക്വാർട്ടർ മുതൽ സെപ്റ്റംബർ ക്വാർട്ടർ വരെയുള്ള ആ 3 മാസ കാലയളവിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 935 സ്റ്റോക്കുകളിൽ തങ്ങളുടെ ഹോൾഡിംഗ് കുറച്ചതായിട്ട് കാണാൻ കഴിയും. ഇത് screener.in എന്നുള്ള സൈറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിവരമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ആ ഒരു 935 സ്റ്റോക്കുകൾ ഏറ്റവും അധികം മാർക്കറ്റ് ക്യാപ്പുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് മുതൽ 10 കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള 6 രൂപ വിലയുള്ള ഫോൺ ഫോർ കമ്മ്യൂണിക്കേഷൻ വരെയുള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഹോൾഡിംഗ് കുറയ്ക്കുന്നത് ബിസിനസ് മോശമായതുകൊണ്ടോ ഫണ്ടമെന്റൽസ് വീക്ക് ആയതുകൊണ്ട് ഒഴിവാക്കുന്നതോ എന്നൊന്നും നമുക്കത് പറയാൻ കഴിയില്ല. കാരണം വാല്യുവേഷൻ കൂടിയതുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്പെൻസീവ് ആയതുകൊണ്ട് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടാവാം. അതല്ലെങ്കിൽ അവരുടെ ഒരു ടാർഗറ്റ് ഉണ്ടാവും, ഇത്ര മാസത്തിൽ അല്ലെങ്കിൽ ഇത്ര ഇയറിൽ അത് അവരുടെ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും അവർ വിറ്റേക്കാം. കൂടാതെ അവർ സെൽ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓപ്പോസിറ്റ് ബയർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ബൈ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സ്റ്റോക്കുകൾ അവർക്ക് വിൽക്കാനും കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ധാരാളം ഫാക്ടറുകളിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് ഒരിക്കലും ആ സ്റ്റോക്ക് മോശമായതുകൊണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ നമ്മൾ എത്തുന്നത് അപകടകരമായിരിക്കും. ഇപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ് കഴിഞ്ഞ ആ ഒരു ക്വാർട്ടറിൽ 1% കുറച്ച സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 214 സ്റ്റോക്കുകളോളം കാണാൻ കഴിയും. അതിൻ്റെ ഒരു ലിസ്റ്റാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇവയിൽ ടോപ്പ് സ്റ്റോക്കുകളായിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ്, ലാർസൻ ആൻഡ് ടബ്രോ, ആക്സിസ് ബാങ്ക്, മാരുതി സുസുക്കി, അദാനി ഗ്രീൻ, അദാനി പവർ, ട്രെൻഡ്, സൊമാറ്റോ, വരുൺ ബീവറേജസ്, ബാങ്ക് ഓഫ് ബറോഡ, ഐഷർ മോട്ടോഴ്സ് തുടങ്ങിയ ടോപ്പ് ലീഡിംഗ് സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. 1% കൂടുതൽ ഈ സ്റ്റോക്കുകളിൽ FIIs സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് FIIs ഹെവി സെല്ലിംഗ് നടത്തിയ ഏകദേശം 5% കൂടുതൽ സെല്ലിംഗ് നടത്തിയ സ്റ്റോക്കുകളുമുണ്ട്. അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഫിൽട്ടർ ചെയ്താൽ, അപ്പോൾ 1% കുറച്ച സ്റ്റോക്കുകൾ 214 ആണെങ്കിൽ 5% കൂടുതൽ ഹോൾഡിംഗ് കുറച്ച സ്റ്റോക്കുകളുടെ എണ്ണം അത് 39 സ്റ്റോക്കുകളായിട്ട് ചുരുങ്ങിയതായിട്ട് കാണാം. അതിൽ നമുക്ക് ലീഡിംഗ് ആയിട്ടുള്ള പല സ്റ്റോക്കുകളും കാണാൻ കഴിയും. ഇപ്പോൾ GMR എയർപോർട്ട്, അതുപോലെ കല്യാൺ ജ്വല്ലേഴ്സ്, ഡെലിവറി, എറിസ് ലൈഫ് സയൻസ്, ബിർള സോഫ്റ്റ്, RBL ബാങ്ക്, ലെമൺ ട്രീ ഹോട്ടൽ, മാസ്റ്റെക്, അരവിന്ദ് ഫാഷൻസ്, കാർട്രേടെക്, GMM ഫോഡ്ലർ, V2 റീറ്റെയിൽ തുടങ്ങിയ പല പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നമുക്ക് അതിൽ കാണാൻ കഴിയും. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിൽ 5% കൂടുതൽ ഹെവി സെല്ലിംഗ് FIIs നടത്തിയുള്ള സ്റ്റോക്കുകൾ പലതും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകളാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, FIIs ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ ഹെവി സെല്ലിംഗ് അങ്ങനെ നടത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ 5% കൂടുതൽ സെല്ലിംഗ് നടത്തിയ 39 സ്റ്റോക്കുകളിൽ 1000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഫിൽട്ടർ ചെയ്താൽ നമുക്ക് ഏകദേശം 19 സ്റ്റോക്കുകളാണ് കിട്ടുക. ഈ 19 സ്റ്റോക്കുകളിൽ കഴിഞ്ഞ 3 മാസത്തെ ഒരു റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് റിട്ടേൺ നൽകിയ 10 സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ FIIs ഹോൾഡിംഗ് കുറച്ചിട്ടും കഴിഞ്ഞ 3 മാസങ്ങളിൽ നല്ല റിട്ടേൺ ഈ സ്റ്റോക്കുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ആ സ്റ്റോക്കുകളുടെ ആ ഒരു പ്രതിരോധമാണ് സൂചിപ്പിക്കുന്നത്. പകരം നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കിരി ഇൻഡസ്ട്രീസ് 27% റിട്ടേൺ 3 മാസം നൽകിയിട്ടുണ്ട്. കാർട്രേടെക് 36% റിട്ടേൺ നൽകിയിട്ടുണ്ട്. എറിസ് ലൈഫ് സയൻസ് 9% റിട്ടേൺ നൽകിയിട്ടുണ്ട്. V2 റീറ്റെയിൽ 35% റിട്ടേൺ നൽകിയിട്ടുണ്ട്. മാസ്റ്റെക് 6% റിട്ടേൺ നൽകിയിട്ടുണ്ട്. ലെമൺ ട്രീ ഹോട്ടൽ 1.55%, KP ഗ്രീൻ എഞ്ചിനീയറിംഗ് 20%, കല്യാൺ ജ്വല്ലേഴ്സ് 28%, അരവിന്ദ് ഫാഷൻസ് 22%, മനോജ് വൈബബ് 5%. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു റിട്ടേൺ ഈ സ്റ്റോക്കുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് FIIs ഹെവി സെല്ലിംഗ് നടത്തിയിട്ടുള്ളത് ഒക്ടോബർ മാസമാണ്. അപ്പോൾ ആ ഒരു വോളറ്റിലിറ്റി നമ്മൾ മാർക്കറ്റിൽ കണ്ടത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലായിരുന്നു. അപ്പോൾ ആ 1 മാസത്തെ റിട്ടേൺ ഈ സ്റ്റോക്കുകളിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കി കഴിഞ്ഞാൽ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ 10 സ്റ്റോക്കുകളുടെ ആ ഒരു റിട്ടേൺ കഴിഞ്ഞ 1 മാസം നെഗറ്റീവിലേക്ക് പോയതായിട്ട് കാണാം. അതിൽ നമുക്ക് 6 സ്റ്റോക്കുകൾ ആ രീതിയിൽ ഈ FII സെല്ലിംഗ് ബാധിച്ചതായിട്ട് കാണാൻ കഴിയും. അതിലൊന്ന് എറിസ് ലൈഫ് സയൻസ് ആണ്, -6% ഡൗൺ ആയിരുന്നു.
അതുപോലെ V2 റീറ്റെയിൽ കഴിഞ്ഞ ഒരു മാസം 13% ഡൗൺ ആണ്. ലെമൺ ട്രീ ഹോട്ടൽ കഴിഞ്ഞ ഒരു മാസം -2.89% ഡൗൺ ആണ്. കല്യാൺ ജ്വല്ലേഴ്സ് -3.44% ഡൗൺ ആണ്. അരവിന്ദ് ഫാഷൻസ് 1.47% ഡൗൺ ആണ്. മനോജ് വൈഭവ് 8% ഡൗൺ ആണ്. എന്നാൽ കഴിഞ്ഞ 3 മാസത്തെ ടൈം ഫ്രെയിമിലും അതുപോലെ കഴിഞ്ഞ ഒരു മാസത്തെ ടൈം ഫ്രെയിമിലും നെഗറ്റീവിലേക്ക് പോകാതെ പോസിറ്റീവായിട്ട് മാത്രം റിട്ടേൺ നൽകിയ 4 സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ 4 സ്റ്റോക്കുകൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് 1000 കോടിക്ക് മുകളിലുള്ളതും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 5% സെല്ലിംഗ് നടന്നതുമായ സ്റ്റോക്കുകളിലെ കഴിഞ്ഞ ഒരു മാസത്തെയും 3 മാസത്തെയും റിട്ടേൺ പോസിറ്റീവായിട്ട് നൽകിയ സ്റ്റോക്കുകളാണ് ഇവിടെ നമ്മൾ പരാമർശിക്കുന്നത്. അതിൽ നമുക്ക് കാണാൻ കഴിയും കിരി ഇൻഡസ്ട്രീസ് 20% റിട്ടേൺ കഴിഞ്ഞ ഒരു മാസം നൽകിയിട്ടുണ്ട്. അതുപോലെ കാർട്ടറി ടെക് 35% റിട്ടേൺ നൽകിയിട്ടുണ്ട്. മാസ്റ്റെക് 8% റിട്ടേൺ നൽകിയിട്ടുണ്ട്. KP ഗ്രീൻ എഞ്ചിനീയറിംഗ് 5% റിട്ടേൺ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു റിട്ടേൺ നൽകിയത് കൊണ്ട് ഈ 4 സ്റ്റോക്കുകൾ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് എന്ന് അങ്ങനെ ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ കഴിയില്ല. കാരണം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സെല് ചെയ്തപ്പോൾ ഇത് ആരാണ് വാങ്ങിയത് എന്നതും കൂടി വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ ഈ 4 സ്റ്റോക്കുകളിൽ അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കിരി ഇൻഡസ്ട്രീസ് നോക്കിയാൽ, കിരി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ബിസിനസ്സിലുള്ള കമ്പനിയാണ്. ഒരു പ്രധാനമായിട്ടും ഈ അതുപോലെ ഡൈ ഇൻ്റർമീഡിയറ്റ്സ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ്. ഇപ്പോൾ കിരി ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് 26.72% കോൺസ്റ്റൻ്റ് ആയി നിൽക്കുകയാണ്. പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഈ സ്റ്റോക്കിൽ കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് അത് ജൂൺ ക്വാർട്ടറിൽ 39% ഉണ്ടായിരുന്ന സ്ഥാനത്ത് സെപ്റ്റംബർ ക്വാർട്ടറിൽ 33% ചുരുങ്ങിയിട്ടുള്ളത്. കൂടാതെ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ അത് 31 വീണ്ടും ചുരുങ്ങിയതായിട്ട് കാണാം. അപ്പോൾ ഇവർ ഇങ്ങനെ വിൽപ്പന നടത്തിയപ്പോൾ ഇത് വാങ്ങിയത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ വലിയ ചേഞ്ചസ് ഒന്നും, വലിയ വാങ്ങലൊന്നും അവർ നടത്തിയിട്ടില്ല. നമുക്ക് കാണാൻ കഴിയും അവർ ജൂൺ ക്വാർട്ടറിൽ 0.34% ഉണ്ടായത് ഒരു 1% അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ ക്വാർട്ടറിൽ അത്രമാത്രമേ ആ ഒരു മാറ്റം അതിലുണ്ടായിട്ടുള്ളൂ. എന്നാൽ അവിടെ മാറ്റം കാണുന്നത് പബ്ലിക് ഹോൾഡിങ്ങിലാണ്. ഇപ്പോൾ പബ്ലിക്കാണ് ഏറ്റവും അധികം ഈ സ്റ്റോക്കുകൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് ഇതിൽ നിന്ന് അനുമാനത്തിലെത്താൻ പറ്റും. കാരണം ജൂൺ ക്വാർട്ടറിൽ 33% ഉണ്ടായിരുന്ന പബ്ലിക് ഹോൾഡിംഗ് ഇപ്പോൾ 40% ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ പബ്ലിക് ഹോൾഡിംഗ് ഒരു സ്റ്റോക്കിൽ വർദ്ധിക്കുന്നതും അത്ര നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് ഈ സ്റ്റോക്കിനെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം സമീപിക്കേണ്ട ഒരു സ്റ്റോക്കാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ സ്റ്റോക്കായിട്ടുള്ള മാസ്റ്റെക്, അത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മാസ്റ്റെക് പ്രധാനമായിട്ടും IT സെഗ്മെന്റിലുള്ള പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. അപ്പോൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മേഖലയിലുള്ള പല ലീഡിംഗ് കമ്പനികളായിട്ട് പാർട്ട്ണർഷിപ്പിലുള്ള ഒരു കമ്പനിയാണ് മാസ്റ്റെക്. ഇതിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ പ്രൊമോട്ടേഴ്സ് 36% മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് ഇവിടെ വർദ്ധിച്ചിട്ടൊന്നും നമുക്ക് കാണുന്നില്ല. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സെല് ചെയ്തപ്പോൾ പ്രൊമോട്ടേഴ്സ് വാങ്ങിച്ചിട്ടില്ല. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം 14% ഉണ്ടായിരുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് 8% താഴത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 7% ഉണ്ടായിരുന്ന സ്റ്റേക്ക് 10% ഉയർന്നിട്ടുണ്ട്. അതുപോലെ പബ്ലിക്കിൻ്റെ ഹോൾഡിംഗ് 42% 45% ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും പബ്ലിക്കുമാണ് ഈ സ്റ്റോക്ക് വാങ്ങിക്കിട്ടിയിട്ടുള്ളത്. പബ്ലിക് ഹോൾഡിംഗ് ഉയരുന്നത് ഒരു പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇവിടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസ്റ്റെക് നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെടേണ്ട ഒരു സ്റ്റോക്കാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അടുത്തൊരു സ്റ്റോക്ക് KP ഗ്രീൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ടും ഫാബ്രിക്കേറ്റഡ് ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ്ഡ് സ്റ്റീൽ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ അടുത്ത കാലത്താണ് ഇത് ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവരുടെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് 2024 പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് 66.59 അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് കൂടുതലായിട്ട് വാങ്ങിയിട്ടൊന്നുമില്ല. എന്നാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഹോൾഡിംഗ് 7% നിന്ന് 1% കുറച്ചായിട്ട് കാണാം. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് പക്ഷേ അവിടെ വാങ്ങിയിട്ടുമില്ല, അവരും അവരുടെ ഹോൾഡിംഗ് കുറച്ചിട്ടാണുള്ളത്. പിന്നെ വാങ്ങിയിട്ടുള്ളത് പബ്ലിക്കാണ്. പബ്ലിക്ക് 24% ഉണ്ടായിരുന്നു, 31% ആയിട്ട് ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെയാണ് മറ്റൊരു റിസ്ക് ഫാക്ടർ ഉള്ളത്. അപ്പോൾ ഈ സ്റ്റോക്ക് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഡീൽ ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. കാരണം ഇവിടെ പബ്ലിക്കാണ് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചത്. വളരെയധികം കോഷ്യസ് ആയിട്ട് നീങ്ങേണ്ട ഒരു സ്റ്റോക്കാണ് ഇത്, നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ നാലാമത്തെ ഫൈനൽ ആയിട്ടുള്ള സ്റ്റോക്ക് കാർട്ടറി ടെക് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതൊരു മൾട്ടി ചാനൽ ഓട്ടോ പ്ലാറ്റ്ഫോം പ്രൊവൈഡറാണ്. അപ്പോൾ ഇവിടെ ഇവർ കമ്പനികൾക്ക് ഓഫർ ചെയ്യുന്നത് വെറൈറ്റി ഓഫ് സെല്ലിംഗ് സൊല്യൂഷൻസ് ആണ്. അതായത് ഓട്ടോമാറ്റിക് ട്രാൻസാക്ഷൻ, ബൈയിങ്, സെല്ലിംഗ്, മാർക്കറ്റിംഗ്, ഫൈനാൻസിങ് തുടങ്ങിയിട്ടുള്ള കാർ സെയിൽസ് മേഖലയിലുള്ള ആക്ടിവിറ്റീസാണ് ഈ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രൊമോട്ടേഴ്സ് ഈ സ്റ്റോക്കിൽ ഇല്ല. പ്രൊമോട്ടേഴ്സ് 0 ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. പ്രൊഫഷണലി മാനേജ് ചെയ്യപ്പെടുന്ന നമ്മുടെ ITC അല്ലെങ്കിൽ HDFC പോലെയുള്ള
അത്തരത്തിൽ ആ ഒരു ഗണത്തിൽപ്പെട്ട സ്റ്റോക്കാണിത്. ഇതിൻ്റെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ് ജൂൺ ക്വാർട്ടറിൽ 59% ഉള്ളത് ഇപ്പോൾ 51% ചുരുക്കിയതായിട്ട് കാണാം. എന്നാൽ അവിടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് വൻതോതിൽ ആ സ്റ്റോക്ക് വാങ്ങിയതായിട്ടും കാണാം. കാരണം 12% മാത്രം ഉണ്ടായിരുന്ന ഡൊമസ്റ്റിക് ഹോൾഡിങ് ഇപ്പോൾ നമുക്കത് 22% ഉയർന്നതായിട്ട് കാണാം. പബ്ലിക് ഹോൾഡിംഗ് 27 നിന്ന് 26 കുറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഈ 4 സ്റ്റോക്കുകളിൽ ഏറ്റവും ആകർഷകമായിട്ട് ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ചേഞ്ച് കാണുന്നത് തീർച്ചയായിട്ടും അത് കാർട്ടറേറ്റ് ടെക് എന്ന് പറയുന്ന കമ്പനിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് നമ്മൾ വാച്ച് ലിസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പരാമർശിച്ചിട്ടുള്ള ഈ സ്റ്റോക്കുകൾ നമ്മൾ വ്യത്യസ്തമായ ഒരു ഫിൽട്രേഷൻ കൊടുത്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മെച്ചപ്പെട്ട വേറെ സ്റ്റോക്കുകളും കണ്ടെത്താൻ കഴിഞ്ഞേക്കും. കാരണം ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ഫണ്ടമെന്റൽസ് ഒന്നും പരിശോധിച്ചിട്ടില്ല. ഒരു മാസത്തെ റിട്ടേൺ മാത്രമാണ് നമ്മൾ പ്രധാനമായ ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിട്ടുള്ളത്. കൂടാതെ മാർക്കറ്റ് ക്യാപ്പ് 1000-ൽ കൂടുതലാവാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ 1 വീക്ക് റിട്ടേൺ കൂടി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യത്യസ്തമായൊരു ചിത്രം ചിലപ്പോൾ നമുക്ക് ലഭിച്ചേക്കും. അപ്പോൾ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.